മൈ ഡിയറസ്റ്റ് സി എ സ്റ്റുഡൻസ്, കുറച്ച് ദിവസമായിട്ട് കുറേ റൂമർ ഇങ്ങനെ ഇറങ്ങാണ്. അപ്പോൾ അതിനൊന്ന് ആൻസർ ചെയ്യണം. അതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ടുള്ള ഉദ്ദേശം. ആക്ച്വലി സേ ജനുവരി 2026 അറ്റംപ്റ്റ് ഭയങ്കര ടഫായിരിക്കും. പിന്നെ സി എൻ്റെ ഫൈനൽ പാസ് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ടല്ലോ. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ സ്കോപ്പ് കുറഞ്ഞു പോകും സാറേ. ഞങ്ങൾ കുറേ വർക്കൊക്കെ ചെയ്തിട്ട് അവസാനം സ്കോപ്പ് ഇല്ലാതെ ആയിപ്പോകും. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് വളരെ കൂടുതലായിട്ട് ഈ റിസൾട്ടിന് ശേഷം കേൾക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കാനാണ് ഒന്നാമത്. രണ്ടാമതായിട്ട് ജനുവരി 2026 ഫസ്റ്റ് ടൈം എക്സാം എഴുതുന്ന കുട്ടികളുണ്ടാവും, അവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ജനുവരി 26 റിപ്പീറ്റേഴ്സായി നിന്നുകൊണ്ട് മേ ബി സെപ്റ്റംബർ 25 അതിന് മുന്നത്തെ അറ്റംപ്റ്റിൽ ഓരോ ഗ്രൂപ്പ് കിട്ടിയവരോ കിട്ടാത്തവരോ എല്ലാവരും ഉണ്ടാവും. ലെറ്റ്സ് ഹാവ് ആൻ ഓപ്പൺ ഡിസ്കഷൻ. ഫസ്റ്റ്, വിൽ ജനുവരി 2026 വിൽ ബി ടഫ്? എടാ, ഓൾറെഡി നമ്മളുടെ എക്സാംസ് സ്റ്റാൻഡേർഡ് കൂടിയിട്ടുണ്ട്. സിൻസ് ദ ന്യൂ സിലബസ് ഹാസ് കം ഇൻ, ഒബ്വിയസ്ലി നമ്മളെ സ്റ്റാൻഡേർഡ് ഹൈ ആയിട്ടുണ്ട്. അപ്പം നമ്മളും അതിൻ്റെ പ്രിപ്പറേഷൻ എന്താക്കണം? ഹൈ ആക്കണം. നമ്മളെ പ്രിപ്പറേഷനും കൂടണം. അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഒബ്വിയസ്ലി ഇതിന് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന സി എ ഇൻ്ററിൻ്റെയോ സി എ ഫൈനലിൻ്റെയോ സ്റ്റാൻഡേർഡിലല്ല ഇപ്പോൾ എക്സാം നടക്കുന്നത്. പക്ഷേ ആ സമയത്ത് അത് എന്തായാലും നല്ല ടഫായിരിക്കും. ഇപ്പോൾ 2015 സി എ ഇൻ്റർ എഴുതിയ ആളെ പോലെയല്ല 2025 സി എ ഇൻ്റർ ചെയ്യുന്ന ആൾ. 10 വർഷം കഴിഞ്ഞു. 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെതായ അമെൻമെൻറ്റ്സ് വന്നു, കമ്പനീസ് ആക്ടിൽ മാറ്റം വന്നു, ജി എസ് ടിയിൽ മാറ്റം വന്നു, എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്. അപ്പോൾ അതൊക്കെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്പർ ഓഫ് സബ്ജക്ട്സ് കുറഞ്ഞപ്പോൾ ഓൾറെഡി ഉള്ള സബ്ജക്ട്സ് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ക്വാളിറ്റി ഇൻക്രീസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് പറഞ്ഞുതരാനുള്ളത്, എക്സാമിൻ്റെ ക്വാളിറ്റി എന്നാണ് ഞാനതിനെ വിളിക്കുക, അല്ലെ സ്റ്റാൻഡേർഡ് എന്നാണ് വിളിക്കുക. ടഫിനേക്കാളും എക്സാമിൻ്റെ ക്വാളിറ്റി കൂടിക്കോട്ടെ, എക്സാമിൻ്റെ സ്റ്റാൻഡേർഡ് കൂടിക്കോട്ടെ, നമ്മളെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. നമ്മളെ സ്റ്റാൻഡേർഡ് നമ്മൾ ഇൻക്രീസ് ചെയ്യുക. നമ്മളുടെ സെൽഫ് ബിലീഫ് നമ്മൾ ഇൻക്രീസ് ചെയ്യുക. നമുക്ക് നമ്മളൊരു വിശ്വാസമാണ്. ഇപ്പോൾ ഏതെങ്കിലും കാലത്ത് എക്സാം ഈസി ആകുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഞാൻ എഴുതുന്ന എക്സാം അങ്ങോട്ട് ഈസി ആവണം അന്നേരം പാസ്സാവണം, അങ്ങനല്ല. നമ്മൾ നമ്മളെ സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ആക്കുക, നമ്മളിൽ ഉള്ള വിശ്വാസം നമ്മൾ ഇൻക്രീസ് ആക്കുക. എന്നിട്ട് പ്രോപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് ജനുവരി 26 കിട്ടും. ക്ലിയർ ആണോ? ദാറ്റ്സ് എ ഫസ്റ്റ് പോയിന്റ്. ലെറ്റ് മീ മേക്ക് ക്ലിയർ അബൌട്ട് ഇറ്റ്. പിന്നെ അഗെയിൻ, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ കയ്യിലാണ്. ഈവൺ നിങ്ങൾ നോക്കിയേ, ലോൻ്റെ സെപ്റ്റംബർ 2025 എക്സാം, യു നോ ദാറ്റ് ഐ ടേക്ക് ലോ ആസ് വെൽ ആസ് ഓഡിറ്റ്. അതിൽ ലാസ്റ്റ് അറ്റംപ്റ്റ് വന്നപ്പോൾ നമുക്ക് ലോൻ്റെ പേപ്പേഴ്സ് നല്ല സ്ട്രോങ് ആയിരുന്നു, നല്ല സ്റ്റാൻഡേർഡ് ആയിരുന്നു. പക്ഷേ അതിന് ശേഷമുള്ള ഇപ്പം വൈൻഡപ്പ് ചെയ്തുകൊണ്ടിരുന്ന പല ജനുവരി ബാച്ചുകളിലും ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. ഈവൻ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇനിയിപ്പോൾ ആ പേപ്പറിനെ ഡിസ്കഷൻ ഇടുന്നുണ്ട്. സജസ്റ്റഡ് ആൻസർ ഇപ്പോൾ വന്നിട്ടുമുണ്ട്. അത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ആ ലെവലിലേക്ക് പ്രിപ്പയർ ആവണം. ഇല്ലാതെ സെപ്റ്റംബർ 25 എക്സാമിന് ടഫ് ആയിരുന്നല്ലോ, അപ്പോൾ ജനുവരി 26 ടഫ് ആയിരിക്കോ ഇങ്ങനെ കിടന്ന് കരയാതെ സജസ്റ്റഡ് ആൻസർ ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് അതിലെങ്ങനെയാണ് അവരത് ആൻസർ ചെയ്തതെന്ന് കണ്ടുപിടിക്കുക. ഈ ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയാണ് ഉള്ളത്, ഇനി എൻ്റെ ഗൈഡിൽ ഔട്ടിലാണെങ്കിൽ ഗൈഡിൽ എവിടെയാണ് ഉള്ളത്, എങ്ങനെ നമുക്കിതിനൊന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റുക എന്ന് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ചെക്ക് ചെയ്യുക. അപ്പോൾ സജസ്റ്റഡ് ആൻസർ എടുത്ത് നോക്കുക. അതേസമയം നിങ്ങൾ നോക്കിയ ഓഡിറ്റിൻ്റെ കഴിഞ്ഞ അറ്റംപ്റ്റുകളിലൊക്കെ ഈസിയാണ്. അപ്പം ഈവൺ റീസെൻ്റ്ലി സഞ്ജയ് സാറിൻ്റെ വീഡിയോ ഉണ്ട്, ജനുവരി 26 അറ്റംപ്റ്റ് ടഫ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ആവാം, ആവാതിരിക്കാം, എന്തോ ആവട്ടെ, നമ്മൾ എന്ത് ചെയ്യുക? ഇനി ഒരു ഒരു ടഫ് ആയിട്ടുള്ള ഒരു ഒരു അറ്റംപ്റ്റ് വന്നാലും നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ റെഡി ആവുക. നിങ്ങളിപ്പോൾ നിങ്ങൾ ഡ്രൈവൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, സി ഹെവി റെയിൻസ് ഉണ്ട്, റോഡ് മോശമാണ്. അപ്പം നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളെ യാത്ര മൊത്തം ക്യാൻസൽ ചെയ്ത് കടന്നുറങ്ങി കാലാവസ്ഥ നന്നാവുന്ന കാലത്ത് പറഞ്ഞാൽ ഏത് കാലം നിങ്ങൾ പോകാനാണ്? അങ്ങനെ കാലാവസ്ഥ മോശമാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? പ്രിപ്പറേഷൻ കൊണ്ടുവരിക, നമ്മളെ വാഹനം സർവീസിന് കയറ്റുക, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് എടുക്കുക, പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന പോലെ. എടാ, ടഫാകുമോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ടഫായാലും ഞാൻ എന്ത് ചെയ്യും? കയറിപ്പോകും എന്നുള്ള ലെവലിൽ ക്വാളിറ്റിയോടുകൂടി നിങ്ങൾ വർക്ക് ചെയ്യും. ഇപ്പം എന്നെ ഇവിടെ എൻ്റെ ആർട്ടിക്കിൾ, എൻ്റെ സ്റ്റാഫ് ഉണ്ട്, അവൻ സി എ ഫൈനൽ പ്രിപ്പയർ ചെയ്യാണ്, ജനുവരി എക്സാമിന് എഴുതാൻ. ഞാൻ ചോദിച്ചു, എന്താണ് നിൻ്റെ പ്ലാൻ? അവൻ പറയാം, ടഫാട്ടോ സാറേ, ഞാൻ നല്ലോണം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് കിട്ടും. ആ എനർജി, ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു റിസ് വരട്ടെ നിങ്ങൾക്ക്. ആ എനർജി വരട്ടെ. എന്നാൽ എന്താവും? നമുക്ക് പാസ്സാകാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പോൾ സജസ്റ്റഡ് ആൻസേഴ്സ് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ കൊണ്ടുവരിക. ആർ ടി പിസ് നോക്കുക, എം ടി പി നോക്കുക. ഓക്കെ, മിനിമം. പിന്നെ ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്. ഇത് നമ്മൾ പല പ്രാവശ്യം കേട്ട സാധനമാണ്, അത് നമ്മൾ മനസ്സിൽ വെക്കുക. ഇനി ഗ്രൂപ്പിൻ്റെ
കേസിലേക്ക് വന്നാൽ അഗെയിൻ 12,000 അറൌണ്ട് CAs ഒരു അറ്റംപ്റ്റിൽ പാസ്സാവുന്നു പറയുന്നത് എടാ അവർക്ക് അതിനനുസരിച്ചുള്ള ജോബ് മാർക്കറ്റ് ഉണ്ട്. ഐ വിൽ ടെൽ യു, ഐ വിൽ ക്ലിയർ ദ ക്വയറീസ്. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. CAൻ്റെ ഗ്ലാമർ എങ്ങാനും കുറഞ്ഞു പോകുമോ, അല്ലെങ്കിൽ ജനറൽ അറ്റംപ്റ്റ് ടഫ് ആവുമോ. ഗ്രൂപ്പ് 1 9%, ഗ്രൂപ്പ് 2 27%, ബോത്ത് 10% ആണ് തൊട്ട് മുന്നത്തെ അറ്റംപ്റ്റിൽ. ആൻഡ് സെപ്റ്റംബർ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്, സെപ്റ്റംബറിലേക്ക് വരുന്നത് രണ്ട് ടീമുകളാണ്. ഫൗണ്ടേഷൻ നേരത്തെ പാസ്സായ ക്രീമായ ടീം മാർച്ച് വരെ വെയിറ്റ് ചെയ്യേണ്ട, അവർ നേരത്തെ കയറിയവരായിരിക്കും. അവർ കുറേയൊക്കെ സെൽഫ് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന അത്യാവശ്യം ബ്രൈറ്റ് എന്ന് വിളിക്കാവുന്ന കാറ്റഗറി വരുന്ന ടീംസാണ് ഈ സെപ്റ്റംബറിൽ എക്സാം എഴുതിയിട്ടുള്ളത്. ഒന്ന്. രണ്ട്, റിപ്പീറ്റേഴ്സായ ആൾക്കാരാണ്, അല്ലാതെ നമ്മളെ റെഗുലർ ആയിട്ട് വരുന്ന ടീമുകളല്ല. അപ്പോൾ ഈ പേഴ്സൻറ്റേജ് വെച്ചുകൊണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയാനോ ചിന്തിക്കാനോ പോകണ്ട. ഇതിൽ മാറ്റങ്ങൾ വരാം. ആൻഡ് ഒബിയസ്ലി ആ പേഴ്സൻറ്റേജ് കാണുമ്പോൾ തന്നെ വി ആർ ഹോപ്പിംഗ് ഗ്രൂപ്പ് 1 നെക്സ്റ്റ് കുറച്ച് സമാധാനം ഉണ്ടാകും എന്ന് വെച്ച് ഗ്രൂപ്പ് 2 പോകണമെന്നില്ല. അത് ബേസ് ചെയ്തിട്ടാണ് ചിലർ ഓഡിറ്റിലേക്ക് പണി കിട്ടുമോ. അതുപോലെ തന്നെ കോസ്റ്റിംഗ് ലാസ്റ്റ് എത്രയോ അറ്റംപ്റ്റ് ആയിട്ട് ഭയങ്കര പ്രഡിക്റ്റബിൾ ആയതും എഴുതാൻ പറ്റുന്നതായ പേപ്പർ വന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ദ ഫാക്കൾട്ടീസ് ഹു ദോസ് ടേക്ക് ഇറ്റ്. അവർക്കൊക്കെ അധിക ഫാക്കൾട്ടീസ്, നമ്മളെ ഫ്രണ്ട് സർക്കിളിലുള്ള പല ഫാക്കൾട്ടീസ്, ഇപ്പം സമീർ സാർ ആണെങ്കിലും താബിസ് സാർ ആണെങ്കിലും സനൽ സാർ ആണെങ്കിലും ഷഹീർ സാർ ആണെങ്കിലും നിഖിൽ സാർ ആണെങ്കിലും ഇവർക്കൊക്കെ 80s 90s ഒക്കെ മേലെയുള്ള സ്റ്റുഡൻസിന് കിട്ടുന്നു. അപ്പോൾ അത്രയും സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു സ്കോറിംഗ് സബ്ജക്റ്റ് ആയിട്ട് കാണാം, അതൊരു പോസിറ്റീവ്നെസ് ആയിട്ട് കാണാം. ഇനി എപ്പോഴാണ് അവർ ആ ഒരു പാറ്റേൺ മാറ്റുന്നത് നമുക്കറിയില്ല, പക്ഷേ പ്രിപ്പയർ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ദാറ്റ്. അല്ലാതെ ഇത് എന്തായാലും ഇങ്ങനെ ഈവൻ ബോർഡ് ഓഫ് സ്റ്റഡീസിലുള്ള ആൾക്കാരും സെൻട്രൽ കൗൺസിലുള്ള ആൾക്കാരായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ഒത്തിരി തവണ കിട്ടിയിട്ടുണ്ട്. ഈ മാസം പോലും ഐ ഹാവ് ഇൻട്രാക്റ്റഡ് വിത്ത് ദം. ബട്ട് അവർ നമ്മളടുത്ത് ഇങ്ങനെ ആയിരിക്കുന്നോ, അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഈവൻ സെൻട്രൽ കൗൺസിൽ മെമ്പേഴ്സ് പോലും അവർ പോലും ഇൻഫോംഡ് ആയിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ ചുമ്മാ റൂമേഴ്സ് അടിച്ച് വിടുകയാണ്. പിന്നെ പല കോൺഫറൻസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യും, ഇവരൊക്കെ മീറ്റ് ചെയ്യും. ഈവൻ കമ്മിങ് മന്ത് ഐ എം ഗോയിങ് ടു ഡൽഹി ഓർ ഐ എം ഗോയിങ് ടു നോയിഡ ഫോർ വേൾഡ് വോഫ 2.0 വേൾഡ് കോൺഫറൻസ് ഓൺ ദിസ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ആൻഡ് അക്കൗണ്ടൻസ്, where we meet all the guys all over India. I'm going to attend that and I will update you regarding things. അപ്പോൾ നോക്ക്, അവർക്ക് പോലും ഇല്ലാത്ത എന്ത് സംശയമാണ് ഇവിടെയുള്ള കുറച്ച് ആൾക്കാർക്കുള്ളത്. അങ്ങനെയുള്ള റൂമേഴ്സിലേക്കൊന്നും നിങ്ങൾ ടെൻഷൻ കൊടുക്കണ്ട. നിങ്ങളെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്ട്രോങ് ആക്കുക. നിങ്ങൾ നോക്കിയാൽ നമുക്ക് CA ഇന്ററുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്ത് പറയുകയാണെങ്കിൽ 6, 8, 10, 12, 15, 17 ഇങ്ങനെയാണ് പോകുന്നത്. ഗ്രൂപ്പ് 1 പിള്ളേർക്കാണ് ഇന്ന് മുതൽ നോക്കുകയാണെങ്കിൽ, നൗ ഐ ആം ഡൂയിങ് ദിസ് വീഡിയോ almost 10 p.m. from my office. Like morning, I had class. After that, I came here for a review. I had a webinar today. After that, out of pure love for this profession, out of true love for and passion for this teaching, I would say coaching. നിങ്ങൾക്ക് വേണ്ടി I'm sitting here, I'm doing this. നമുക്ക് 55 days ഉണ്ട് for ഗ്രൂപ്പ് 1ലേക്ക് പോകുന്നവർ, ബോത്ത് ഗ്രൂപ്പ് പോകുന്നവർക്ക്. ഗ്രൂപ്പ് 2 മാത്രമുള്ളവരാണെങ്കിൽ യു ഹാവ് ക്ലിയർ 61 days ഓൾമോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഡിവൈഡ് ബൈ 3, യു ഹാവ് 20 ക്ലിയർ ഡേയ്സ്. മിനിമം നിങ്ങളൊരു 10 hours ഡെയിലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ മൾട്ടിപ്ലൈ ദാറ്റ്, യു സീ ഹൗ മെനി ഹവേഴ്സ് യു ഹാവ്. യൂട്ടിലൈസ് മാക്സിമം ഗൈസ്. എല്ലാവർക്കും ഇത് തന്നെയാണ്, എല്ലാവർക്കും ഉള്ളത് ഇത് തന്നെയാണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. അത് മാക്സിമം അതിൽ നിങ്ങൾ പൊട്ടൻഷ്യൽ കാണുക, അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യും. ഡു ഇറ്റ് ടുഡേ. ഇന്ന് തുടങ്ങി, ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നെങ്കിലും നിങ്ങൾ അങ്ങോട്ട് തുടങ്ങും. ഓക്കെ, ഇനി ഞാൻ കേൾക്കുന്ന ഒരു തന്നെ, വിൽ ഗ്ലാമർ ഓഫ് CA reduce, sir? No man, no matter. It is not going to reduce, but you have to upskill. After my CA, I cleared CA in 2018, but I have done IACA, that is artificial intelligence. I have done FFD. I'm a forensic auditor. Now currently I'm pursuing ADR. I'm doing arbitration. എൻ്റെ സാറന്മാർ ഇപ്പോൾ എന്നെ പഠിപ്പിക്കുന്നത് ഡൽഹിയിലെ ജസ്റ്റിസ് അടക്കമുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ സ്റ്റഡീസ് CA തീർന്നു കൊണ്ട് നിർത്തുന്നില്ല. വി ആർ അറ്റൻഡിങ് conferences, we are attending national conferences, we are gaining new qualifications. അങ്ങനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക, അപ്സ്കിൽ ചെയ്യുക. എന്നാൽ ഇതിനൊന്നും പറ്റാൻ വേണ്ടി പോകുന്നില്ല. അല്ലാണ്ട് ഞാൻ അന്ന് ഞാൻ പാസ്സായ സമയത്ത് GST ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാനിപ്പോൾ GST പഠിച്ചു പറ്റുള്ളൂ. നമ്മളെ ലേണിംഗ് നമ്മൾ എന്താക്കേണ്ടതുണ്ട്, ഇൻക്രീസ് ആക്കേണ്ടതുണ്ട്. ആൻഡ് ഓൾസോ ജസ്റ്റ് ഇപ്പോൾ റീസെൻ്റ്ലി വന്ന പല MOUs നോക്കുന്ന, ന്യൂസിലാൻഡ്, ഒമാൻ, കെനിയ, മലേഷ്യ, നൈജീരിയ, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, എവിടെ പോയാലും യു ഹാവ് എ CA ഡിഗ്രി, യു ഹാവ് എ ജോബ് ദെയർ. യു ക്യാൻ പ്ലേസ്, യു ക്യാൻ സ്റ്റാർട്ട് യുവർ പ്രാക്ടീസ് ദെയർ. യു ക്യാൻ ഡു കൊളാബറേഷൻ വിത്ത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ദെയർ. ഒരിക്കലും നമ്മളെ പ്രൊഫഷൻ ഇത് ബാധിക്കുന്നേ ഇല്ല. പക്ഷേ ഇത് CA പാസ്സായി ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ശരിയാവില്ല. നിങ്ങൾ അപ്സ്കിൽ ചെയ്യണം. നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം, നിങ്ങളുടെ നെറ്റ്വർക്ക് നിങ്ങൾ ഇൻക്രീസ് ചെയ്യണം, റൈറ്റ് ആൾക്കാരുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾ ഓക്കെ.
ആൻഡ് സി ഫൗണ്ടേഷനിൽ 15, ഇന്ററിൽ 10, ഫൈനൽ 25. ആക്ച്വലി അവർ എൻട്രി ലൈക്ക് ഫൗണ്ടേഷനിലും ഇന്ററിലും നല്ല ക്രീം പിള്ളേർ അവർ എന്താക്കാണ്, ക്ലിയർ ആക്കാണ്. അതിൻ്റെ ഫൈനലിലേക്ക് എത്തുമ്പോൾ സി ഞാനിപ്പം ഇപ്പോൾ കണ്ണൂരൊക്കെ നമ്മളെ റെസിഡൻഷ്യൽ ക്യാമ്പസ് ഉള്ള സ്ഥലത്ത് CA ഫൈനൽ സ്റ്റുഡൻസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ അവരുടെ ക്വാളിറ്റി, എന്താ ഒരു അപ്ഡേറ്റ്സ് അവരെനിക്കെല്ലാം ചോദിക്കുന്ന. ഇപ്പം റീസെൻ്റ്ലി ഒരു ഗോയിങ് കൺസേണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 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 ക്വസ്റ്റ്യനൊക്കെ ഔട്ട് റിപ്പോർട്ട് ചോദിച്ചിരുന്നു. ഞാൻ അവർക്ക് ആൻസർ കൊടുത്തത് വോഡാഫോണിൻ്റെ റീസെൻറ്റ് പിന്നെ FS വെച്ചിട്ടാണ്. ആക്ച്വലി ആ ഡൗട്ട് ചോദിച്ച ആൾ ഹരി, അവന് ഇപ്രാവശ്യം ക്വാളിഫൈഡ് ആയി, CA ആയി. അവൻ ഞാനും എൻ്റെ പാർട്ട്ണറും ഇവിടുന്ന് സംസാരിക്കുന്ന ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. അപ്പോൾ ഫൈനലിൽ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പാസ്സാകുന്നത്. ഇല്ലാതെ ചുമ്മാ കയറി ഇൻസ്റ്റിറ്റ്യൂട്ട് പാസ്സാക്കുകയല്ല. അതിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒബ്വിയസ്ലി ഉണ്ടാവും. ഇപ്പോൾ പെർസെൻറ്റേജ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയൊക്കെ ചെയ്യും. സോ ലെറ്റ് മീ ടെൽ യു, January 26 എക്സാമിൽ 2 പേപ്പർ എന്തായാലും സ്റ്റാൻഡേർഡ് ആയിട്ട് വരാം. അത് ഫസ്റ്റ് ഗ്രൂപ്പിലൊരു പേപ്പറും സെക്കൻഡ് ഗ്രൂപ്പിലൊരു പേപ്പറും ആകാം, ഏത് വേണമെങ്കിലും ആകാം. ഇപ്പോൾ സഞ്ജയിൻ്റെ വീഡിയോ എനിക്ക് തോന്നാൻ പറഞ്ഞത് 2 ദിവസം ലീവ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഓടിയിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യും. ഓക്കെ ആണോ? ഈവൻ വിത്ത് ടഫസ്റ്റ് പേപ്പർ നിങ്ങളെ പ്രിപ്പറേഷൻ അടിപൊളിയാണെങ്കിൽ, നിങ്ങൾ സ്റ്റാൻഡായിട്ട് പ്രിപ്പയർഡ് ആണെങ്കിൽ, നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും, ഉറപ്പാണ്. റിസോഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഈ സമയത്ത് കിട്ടും. യൂട്യൂബിൽ ഫാക്കൾട്ടീസ് അവരുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇടുന്നുണ്ട്. പിന്നെ ഫാക്കൾട്ടീസ് അവരുടേതായ ബുക്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് മാത്രമല്ല, എന്തെങ്കിലും ഡൗട്ട് ഇപ്പോൾ AI ഉണ്ട് ചോദിക്കാൻ. അപ്പം നമ്മൾ ഇതിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളെ പ്രിപ്പറേഷൻ നന്നായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രിപ്പറേഷന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പാസ്സാവും. ഇനി അറ്റംപ്റ്റ് ടഫ് ആകുമോ, ഗ്ലാമർ കുറഞ്ഞു പോകുമെന്നൊന്നും പേടിച്ചുകൊണ്ട് വെറുതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കേണ്ട. ഡു ഇറ്റ് ടുഡേ, സ്റ്റാർട്ട് വർക്കിംഗ് ടുഡേ, ഡു ഇറ്റ് ടുനൈറ്റ്. ഐ വുഡ് സേ ഇന്ന് നിങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ സ്റ്റിൽ ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് തോന്നുകയാണ്, ഇന്ന് പഠിക്കാനിരിക്കട്ടെ, ഇന്ന് പഠിക്കാൻ. ഞാൻ ചില കുട്ടികളടുത്ത് ഞാൻ പറയാറുണ്ട്, ഒന്ന് മുഖവും കൈയൊക്കെ ഫ്രഷ് ആയിട്ട് അങ്ങ് ഇരിക്കി. ഞാൻ പറയും ഒതുവെടുത്ത് നിസ്കരിച്ചിട്ട് അങ്ങ് പഠിക്കാനിരിക്കുക, അല്ലെ ഒന്നൊരു മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ആ ഒരു നല്ല മൈൻഡോട് കൂടി അങ്ങ് ഇരുന്നാൽ നിങ്ങൾക്ക് പാസ്സാവാനൊക്കെ പറ്റും. പാസ്സായി വാ. പിന്നെ ഫൈനലിലെത്തി കഴിഞ്ഞിട്ട് എന്തെല്ലാം പഠിക്കാനുണ്ട്. പിന്നെ ആർട്ടിക് പോകാനാണെങ്കിൽ അവിടെ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതാ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ വേക്കൻസി ഉണ്ട്, ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ വേക്കൻസി ഉണ്ട്. CA പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് കൂടുതൽ ക്വാളിഫിക്കേഷൻ ചെയ്യാനും പിന്നെ പഠിക്കാനും പല കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യാനും ആ ഒരു ടാഗ് വെച്ചുകൊണ്ടുള്ള നിങ്ങളൊരു ഐഡൻറ്റിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനും എല്ലാം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റൂമേഴ്സുകളിലും ഇങ്ങനെയുള്ള ബാഹ്യമായ അനാവശ്യമായ ഡിസ്കഷനിലേക്കൊന്നും ടെൻഷൻ അടിക്കാതെ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്, മീ സൈനിങ് ഓഫ്. CA Intezar Nazar, your faculty and your mentor, your friend. And all the very best, Maklai. And do your maximum and do it today.